ഏപ്രിൽ 1 അല്ലേ, ആരെങ്കിലും പറ്റിക്കാനിരിക്കുകയാണോ? വേൾഡ് പ്രാങ്ക് ഡേ അല്ലെങ്കിൽ ലോക വിഡ്ഢിദിനമാണ്. ഇതിന് ബിഹൈൻഡ് ഒരു സ്റ്റോറി ഉണ്ട്. എത്ര പേർക്കറിയാം? ഇല്ലെങ്കിൽ ഈ സ്റ്റോറി ഒന്ന് അറിഞ്ഞാലോ? 1562 കാലഘട്ടം വരെ ഫ്രാൻസിലുണ്ടല്ലോ മാർച്ച് 25-നും ഏപ്രിൽ 1 ഇടയിലുമാണ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഗ്രിഗോറിയൻ കലണ്ടർ വരികയും ഇപ്പൊ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ ജാനുവരി 1 ന്യൂ ഇയർ മാറ്റുകയും ചെയ്തു. പക്ഷെ ഇതറിയാതിരുന്ന ഒരുപാട് മനുഷ്യര് ഏപ്രിലിൽ തന്നെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തു. അവരെ കളിയാക്കിക്കൊണ്ട് വിളിച്ചതാണ് ഏപ്രിൽ ഫൂൾസ്. ഇത് മാത്രമല്ല കേട്ടോ, ആൻഷ്യൻ റോമുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. ഹിലേരിയസ് എന്ന് പറഞ്ഞ അവരുടെ ഒരു ഫെസ്റ്റിവൽ ഉണ്ട്. അതിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും രൂപമൊക്കെ മാറി മറ്റുള്ളവരെ ജോക്കിന് വേണ്ടി ഫണ്ടിന് വേണ്ടി പോയി പറ്റിക്കും. അത് ആളുകൾ പരസ്പരം എൻജോയ് ചെയ്തിരുന്നു. അത് ഏപ്രിൽ മാസത്തിലാണ് അവരെയും ഏപ്രിൽ ഫൂൾസ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഇങ്ങനെ കാലഘട്ടം ആ ഒരു ഫൂൾ വിളി വന്ന് ഏപ്രിൽ 1 വേൾഡ് പ്രാങ്ക് ഡേ ആയിട്ട് നമ്മൾ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാണ്. പ്രാങ്ക് ഓക്കെയാണ്, അത് ഹ്യൂമിലിയേഷൻ ആകുന്നത് വരെ. നമ്മളെയും ചിലർ വന്ന് പറ്റിച്ചിട്ടുണ്ടാകും, നമ്മളും ചിലർ ഫണ്ടിന് വേണ്ടി കളിപ്പിച്ചിട്ടുണ്ടാകും, അതെല്ലാം ഓക്കെയാണ്. പക്ഷേ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ അവരുടെ ഫോർ എക്സാമ്പിൾ അവരുടെ ഹൈറ്റിനെയോ കളറിനെയോ ഒക്കെ പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ കുറവുകളെ കുത്തി നോവിക്കുന്ന രീതിയിലേക്ക് ഒരിക്കലും നമ്മുടെ ഈ പ്രാങ്ക് പോകാൻ പാടില്ല. കാരണം എന്താന്ന് വെച്ചാൽ അപ്പം അവരത് ഓക്കെ എന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിൽ അത് ഒരു ട്രോമ പോലെ കിടക്കും, ഒരു അൺഹീൽഡ് സ്കാറായിട്ട്. പിന്നീട് അവർക്ക് കോൺഫിഡൻസ് അടക്കം പോകാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ ഫൺ വേണം, പക്ഷെ ഒരിക്കലും ആരെയും ഹ്യൂമിലേറ്റ് ചെയ്യരുത്. എൻജോയ് ദ മൊമെന്റ്.